പാഠം 1076. ഒരു പത്രവാർത്തയുടെ കഥ. ഓട്ടോയിൽ മറന്നുവെച്ച 2 ലക്ഷം രൂപ ഉടമസ്ഥന് തിരിച്ചു കിട്ടി. ഓട്ടോയിൽ യാത്ര ചെയ്യുന്നതിനിടെ പണമടങ്ങിയ ബാഗ് ഓട്ടോയിൽ മറന്നു വെക്കുകയായിരുന്നു. യാത്രക്കാരൻ ഇറങ്ങിയതിനു ശേഷം ഈ ബാഗ് ശ്രദ്ധയിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ മണികണ്ഠൻ ബാഗിൽ പണമാണെന്ന് മനസ്സിലാക്കി അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പണം നഷ്ടമായത് മനസ്സിലാക്കിയ ഉടമസ്ഥൻ പിന്നീട് പരാതിപ്പെടാനായി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് പണം തിരിച്ചു കിട്ടിയ കാര്യം അറിഞ്ഞത്. ഓട്ടോ ഡ്രൈവർ മണികണ്ഠന്റെ സത്യസന്ധതയിൽ MLA ശിവരാമൻ നേരിട്ടെത്തി അഭിനന്ദിച്ചു. MLAയോടൊപ്പം മണികണ്ഠൻ. ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരൊക്കെ ഇപ്പോഴും ഉണ്ടോ മോനട്ടാ? എന്തായാലും അയാളുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്തത് നന്നായി. ഇത്രയും വലിയൊരു കാര്യം ചെയ്തയാളെ നാട്ടുകാർക്കൊന്ന് കാണണ്ടേ? ഇത് അത്ര വലിയ കാര്യമാവുന്ന എങ്ങനെയാ? എന്താണ് അയാൾ ചെയ്തത് ഒരാൾ ചെയ്യേണ്ട കാര്യമാണ്. വഴിയിൽ കിടന്നോ വണ്ടിയിൽ കിടന്നോ കിട്ടുന്ന പണം ആരായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനാണ് വേണ്ടത്. അതിലിപ്പോ ഒരു പുതുമ. അയാൾക്ക് ആ പൈസ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാതെ അതുകൊണ്ട് മുങ്ങിക്കൂടായിരുന്നു. അങ്ങനെ മുങ്ങി അയാളെ പോലീസ് പിടിക്കും. അപ്പൊ വേണേ പത്രത്തിൽ പണം കൊടുക്കാം. അല്ലാതെ ഒരാൾ തന്റെ ഉത്തരവാദിത്വം ചെയ്തതിന്റെ പേരിൽ പത്രത്തിൽ പണം കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇതിനെ നമ്മുടെ നാട്ടിൽ അസൂയ എന്ന് പറയും മോനട്ടാ. ഇവിടുത്തെ സാറ് വലിയ വില്ലേജ് ഓഫീസറാണ്, നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ്, വലിയ ഗാന്ധിയനുമാണ്. പക്ഷെ മോഹനേട്ടന്റെ പേരോ പടവോ ഇന്നേ വരെ പത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല. വേറെ ഒരു ഓട്ടോ ഡ്രൈവറായ മണികണ്ഠൻ MLAയോടൊപ്പം ഉള്ള പടം വന്നത് കാണുമ്പോ മോഹനേട്ടൻ പിന്നെ സഹിക്കോ അല്ലേ മോനട്ടാ? ഇതൊരു പക്ഷെ മരുന്നില്ല മോനട്ടാ. പിടിച്ചില്ല. ഒരു കാര്യം പറയുമ്പോ അതിന് എതിർത്തൊന്നും പറയാനില്ലാത്തവരാണ് കാര്യം പറഞ്ഞ ആളെ കളിയാക്കി എഴുന്നേറ്റ് ഓടിപ്പോകുന്നത്. മോഹനേട്ടൻ എന്ത് കാര്യമാണ് പറഞ്ഞത്? ആ ഓട്ടോക്കാരൻ ചെയ്തത് പത്രത്തിൽ വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. മോനട്ടാ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആരെ പറ്റിച്ചിട്ടായാലും വെട്ടിച്ചിട്ടായാലും കുറച്ച് കാശുണ്ടാക്കണമെന്ന് കരുതുന്ന മനുഷ്യന്മാരാണ് നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉള്ളത്, അല്ലേ? പട്ടാ പകല് പോലും ഇപ്പൊ ആളുകൾ പിടിച്ചു പറിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാർക്കിടയിലല്ലേ മണികണ്ഠനെ പോലുള്ള കുറെ നല്ല മനുഷ്യന്മാർ ജീവിക്കുന്നത്. കൈ കിട്ടിയിട്ട് പോലും ആ പൈസ പോലീസ് ലഭിക്കുന്ന ഒരു ചെറിയ കാര്യമാണ് മോനട്ടാ. പത്രത്തിൽ ഫോട്ടോ ഉണ്ടായിരുന്നില്ലായിരുന്നു? ഉണ്ട്. ഇന്ന് മണികണ്ഠന്റെ ഫോട്ടോ പത്രത്തിൽ വന്നു. അത് മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രോത്സാഹനമാകുന്നു. ഇനി ഇത്തരം അവസരങ്ങൾ ഉണ്ടാവുമ്പോ ആളുകൾ സത്യസന്ധമായിട്ട് പെരുമാറും. നല്ലത് ചെയ്യുന്നവരെ പരസ്യമായിട്ട് അംഗീകരിക്കാൻ മടിക്കുന്ന എന്തിനാ മോനേട്ടാ? പക്ഷെ പത്രത്തിൽ വരണ്ടായിരുന്നില്ലായിരുന്നു. ഇതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്, അസൂയാന്ന്. ഓരോ ദിവസം പത്രത്തിൽ എത്രയോ ആളുകളുടെ ഫോട്ടോ വരുന്നു. മോഹനേട്ടനാണെങ്കിൽ റവന്യൂ വകുപ്പിലെ ഏറ്റവും വലിയ കൃത്യനിഷ്ഠക്കാരനും സത്യസന്ധനും ഒക്കെ ആണെന്നാണ് മോഹനേട്ടൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താണ് പറയാം, ഈ കാന്തല്ലൂരിലുള്ള കുറച്ച് മനുഷ്യന്മാർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും മോഹനേട്ടനെ പറ്റി അറിയോ? ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം മോനേട്ടാ, ഭാഗ്യം. ഉത്ത വിളിക്കുന്നുണ്ടല്ലോ. നമസ്കാരം വക്കീലേ. നമസ്കാരം. ഒരു ഉഗ്ര കേസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കേസ് ഏതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ വക്കീല് ഞെട്ടും. അതേത് കേസാണ്? വക്കീലേ, ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായ കേസ് ഏതാണ്? അങ്ങനെയൊക്കെ ചോദിച്ചാ വക്കീൽ ശരിക്കും ഒന്ന് ആലോചിച്ചോക്ക്. അതൊരൊന്നൊന്നര കേസാ. സാറേ നമസ്കാരം. ഞാന് വക്കീൽ ഒരു ഉഗ്ര കേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കേസ് വാദിച്ചു കഴിഞ്ഞാൽ സത്യഭാമ വക്കീൽ കേരളം മുഴുവൻ ഫേമസ് ആവും. അതൊന്നും ചോദ്യം സാറേ, ഇത് ഇങ്ങനെയുള്ള ചീള് കേസൊന്നുമല്ല, വലിയ കേസാ. ഉത്തമ ഇന്ന് വാട്ടുചിട്ടാത്ത കാര്യം പറ. എന്താണ് കേസ്? ആരാണ് കക്ഷി? ദിനേശൻ കൊലക്കേസ് എന്ന് വക്കീൽ കേട്ടിട്ടുണ്ടോ? സത്യമാണ് വക്കീലെ. ദിനേശനെ കൊന്ന കേസില് പോലീസ് അയാളുടെ അയൽവാസിയായ ശങ്കരൻകുട്ടിയെ അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ വീട്ടിൽ നിന്നായിരുന്നു അറസ്റ്റ്. ഇപ്പൊ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ ഇത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇന്ന് തന്നെ ജാമ്യാപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരൻകുട്ടിയുടെ അമ്മ അവൻ പുഷ്കര ചേട്ട എന്നെ വിളിച്ചു. ഒരു 10-10:30 ആകുമ്പോൾ വക്കീൽ ഓഫീസിലോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ ഹലോ വക്കീലേ, എന്താ ഒന്നും ഉണ്ടാത്തത്? ശങ്കരൻകുട്ടി അല്ല ദിനേശിനെ കൊന്നതെന്ന് നാട്ടുകാർക്ക് മുഴുവനും അറിയാം. ഇതിപ്പോ ശരിക്കുള്ള പ്രതിയെ കിട്ടാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് പോലീസുകാർ കാണിച്ച ഒരു അഭ്യാസമാണിത് എന്ന് ഉത്തമൻ എങ്ങനെ അറിയാം? എന്റെ സാറേ, ഈ ശങ്കരൻകുട്ടി എത്ര കൊല്ലമായിട്ട് എനിക്കറിയാം. അവ ഒരാളെ കൊല്ലുന്നത് പോയിട്ട് ഉറക്ക ചീത്ത പറയുക പോലുമില്ല. എന്തായാലും ഇപ്പൊ ഈ കേസ് കിട്ടിയത് വളരെ നന്നായി. ശങ്കരൻകുട്ടി നിരപരാധിയാണെങ്കിൽ ഞാൻ അയാളെ പൊല്ലുപോലെ പുറത്തിറക്കിയിരിക്കും. എന്റെ വക്കീൽ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും. വക്കീല് ഫേമസ് ആവുമെന്ന് മാത്രമല്ല, നല്ല പൈസ കിട്ടും. ഈ ശങ്കരൻകുട്ടിയുടെ അമ്മാവന്റെ കയ്യിൽ പൂത്ത പൈസയല്ലേ. മരുമോനെ രക്ഷിച്ചെടുക്കാൻ എത്ര പൈസ വേണമെങ്കിലും ചെലവാക്കും. അപ്പൊ ഒരു പടിക്ക് 2 പക്ഷി. ഉത്തമ, ഈ കേസിൽ ഉത്തമന് ഞാൻ ഒരു ഗംഭീര കമ്മീഷൻ തരും. ഇതുവരെ തന്നതിനെക്കാട്ടിലേക്കും ഒരുപാട് കൂടുതൽ. എങ്ങനെയുണ്ട്? ഞാനേ വിധി ഒന്ന് വിളിച്ച് പറട്ടെ. ഈ ശങ്കരൻകുട്ടി അങ്ങനെ നിരപരാധനായിരിക്കില്ല. മിണ്ടാ പൂച്ച കാലോടൊക്കെ നേരിട്ടില്ലേ, ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. സാറേ, ഈ ശങ്കരൻകുട്ടിയെ നിരപരാധിയാണെന്നുള്ള കാര്യം എനിക്കുറപ്പാ. ഈ കേസ് ജയിക്കുന്നതോടെ സത്യഭാ വക്കീൽ പിന്നെ ആരാ? അത് ജയിക്കട്ടെ. നീ എന്തായാലും ഒന്ന് നേരത്തെ വരണം. ഞാനൊരു 9 ആകുമ്പോഴേക്ക് എത്തും. ഓ ശരി. അല്ല, ഇങ്ങനെ ഓരോരോ കേസ് കിട്ടുമ്പോഴല്ലേ വിദ്യ നമ്മളാരാണെന്ന് ഇവിടെയുള്ള മറ്റുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവൂ. ചിലർക്ക് ഇതുവരെയായിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടില്ല. ഓ ശരി, ഒക്കെ പറയാം. ശരി. മോനട്ടാ പോനെ വന്നേ. ഇവിടെ നിക്കേ. ദിനേശൻ മരിച്ച ദിവസം മുതൽ നമ്മുടെ നാട്ടിലെ സകല പത്രങ്ങളുടെ 1-ാം പേജിലെ വാർത്തയായിരുന്നില്ലേ അത്? അതിനൊന്നുമില്ല. ഈ ദിനേശൻ കൊല്ലപ്പെട്ടതൊരു വാർത്തയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രതിയെ പിടിച്ചത് ഒരു വാർത്തയായിരിക്കും. അതായത് നാളെ രാവിലത്തെ എല്ലാ പത്രങ്ങളിലെയും മുൻപേജിലുള്ള വാർത്ത ശങ്കരൻകുട്ടിയെ പറ്റിയായിരിക്കും. ശങ്കരൻകുട്ടിയെ അറസ്റ്റ് ചെയ്തൊരു വാർത്തയാണെങ്കിൽ ശങ്കരൻകുട്ടി ജാമ്യത്തിൽ ഇറങ്ങുന്നതും ഒരു വാർത്തയാവും അല്ലേ? ആ വാർത്തയിൽ ജാമ്യം നേടിക്കൊടുത്ത വക്കീലിന്റെ പേരും ഉണ്ടാവും. ജാമ്യം കിട്ടിയാലല്ലേ? മജിസ്ട്രേറ്റ് കൊടുത്ത ചിലപ്പോൾ കിട്ടില്ലായിരിക്കും, പക്ഷെ സെഷൻസിൽ അപ്പീൽ കൊടുത്ത തീർച്ചയായിട്ടും കിട്ടും. അന്ന് വക്കീലിന്റെ പേരും ചിലപ്പോൾ പടവും പത്രത്തിൽ വരും. ഇനിയിപ്പൊ അന്ന് പത്രത്തിൽ വന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, കേസ് വിസ്താരം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്നും പത്രത്തിലൊരു വാർത്തയാവും. ശങ്കരൻകുട്ടിയെ കോടതി വെറുതെ വിടുന്ന ദിവസം വക്കീലിന്റെ ഫോട്ടോ ഉറപ്പായിട്ടും പത്രത്തിൽ വരും. ഇതാണ് മോഹനട്ട ഞാൻ പറയുന്നത്. നാട്ടിൽ വലിയ പുലിയായിരുന്നിട്ടൊന്നും കാര്യമില്ല മോഹനട്ട. പത്രത്തിൽ പേരും ഫോട്ടോയും വരണമെങ്കിൽ അതിന് കുറച്ച് ഭാഗ്യം വേണം. വേറെ ഒരു ഓട്ടോ ഡ്രൈവറായ മണികണ്ഠന്റെ ഫോട്ടോ പത്രത്തിൽ വന്ന പോലെ എന്റെ പേര് വരാൻ പോകുന്ന പോലെ എന്റെ മോഹനട്ട അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവോ മോഹനട്ട? ഈ പത്രത്തിൽ പേര് ഫോട്ടോയൊക്കെ വരണമെന്ന് മോഹനട്ടന് വലിയ ആഗ്രഹമുണ്ട്. ഞാനൊരു വഴി പറഞ്ഞുതരാം. വേറെ ആരോട് പറയരുത്. അതെ, ആരുടെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയാൽ മതി. അപ്പൊ മോഹനട്ടനെ പോലീസ് പിടിക്കും. പേരും പടം പത്രത്തിൽ വരും. എങ്ങനെയുണ്ട്? പോയിരുന്നു. എന്താ ഉത്തമ, ഞാൻ വിദ്യയോട് 9:30 ആകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ശേഖർകുട്ടിയുടെ അമ്മാവനോട് ഒരു 10 മണിയാകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറയണം. പോലീസുകാർ എപ്പോഴാണ് ശങ്കരൻകുട്ടിയും കൊണ്ട് കോടതിയിലേക്ക് വരുന്നത് പറയാൻ പറ്റില്ലല്ലോ. അല്ല വക്കീലെ, അതൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. കൊലക്കേസ് ആയതുകൊണ്ട് മജിസ്ട്രേറ്റ് കൊടുന്ന് ചിലപ്പോ ജാമ്യം കിട്ടുന്നിരിക്കില്ല. അതൊന്നും സാരമില്ല. റിമാൻഡ് ചെയ്താലും നാളെ നമുക്ക് സെഷൻസിൽ അപ്പീൽ കൊടുക്കാം. അതല്ല വക്കീലെ പ്രശ്നം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഞാൻ തീർത്തോളാം ഉത്തമ. ഉത്തമ ധൈര്യമായിട്ടിരിക്കൂ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, ഈ ശങ്കരൻകുട്ടിയെ പോലീസുകാർ വിട്ടു. ചോദ്യം ചെയ്യൽ കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ശങ്കരൻകുട്ടി അല്ല അത് ചെയ്തതെന്ന്. അപ്പൊ തന്നെ അവര് ശങ്കരൻകുട്ടിയെ വിട്ടു. ഉത്തമന്റെ ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുണ്ടോ?
എന്റെ ഫോട്ടോ ഇല്ല സാറേ. ഉത്തമന്റെ ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഫോട്ടോ പത്രത്തിൽ വന്നിട്ടില്ല. പേര് പേര് നമ്മുടെയൊക്കെ പേര് പത്രത്തിൽ എങ്ങനെ സാറേ വരണത്? സ്വപ്ന ലോകത്ത് നിന്ന് തലകുത്തി താഴെ വീണ് കഴുത്തൊടിഞ്ഞു പോയൊരു വക്കീലിന്റെ ഫോട്ടോ ചിലപ്പോ നാളത്തെ പത്രത്തിന് മുൻഭാഗത്തുണ്ടാവും. വക്കീലിനെ കേസ് ഏൽപ്പിക്കുന്നത് എന്റെ ശങ്കരൻകുട്ടിയെ ജാമ്യത്തിൽ ഇറക്കാനാണല്ലോ. ഇപ്പൊ അതില്ലാതെ എന്റെ ശങ്കരൻകുട്ടി പുറത്തിറങ്ങിയല്ലോ. അപ്പൊ പിന്നെ വക്കീല് സന്തോഷിക്കല്ലേ വേണ്ടത്. എന്നെ കൊണ്ടൊന്നും പറയരുത്. അതങ്ങനെ പോയി. പത്രത്തിൽ കൊടുക്കാനുള്ള ഫോട്ടോ നിന്റെ കയ്യിലുണ്ടോ അതോ പത്രക്കാർ നിർത്തിട്ട് പോകും? പത്രത്തിൽ കൊടുക്കാനുള്ള ഫോട്ടോ നിന്റെ കയ്യിലുണ്ടോ അതോ പത്രക്കാർ നിർത്തിട്ട് പോകും? എന്റെ ഭാര്യയുടെ പേരും ഫോട്ടോ ഒക്കെ പത്രത്തിൽ വരുന്നത് എനിക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ്. ഫോട്ടോ ഞാൻ എടുത്തു തരാം. മതി. ഇപ്പൊ ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല. ഒരിക്കലും നടക്കില്ല. പക്ഷേ ഇതുപോലുള്ള വലിയ വലിയ കേസുകൾ എനിക്ക് വരാതിരിക്കില്ല. അന്ന് ഞാൻ കേസ് ജയിക്കുകയും ചെയ്യും, പത്രത്തിൽ എന്റെ പേര് വരികയും ചെയ്യും. വരും. എത്ര നടക്കാത്ത മനോഹരമായ സ്വപ്നം. എന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കും മോഹനട്ടാ. പക്ഷെ മോഹനയുടെ കാര്യം മോഹനോടൊന്ന് ആലോചിച്ച് നോക്കി. മോഹനന്റെ പേരും ഫോട്ടോയും പത്രത്തിൽ വരണമെങ്കിൽ ഞാൻ പറഞ്ഞ ഒരൊറ്റ വഴിയേ ഉള്ളൂ. കൈക്കൂലി വാങ്ങുക. കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസർ പിടിയിലെന്നുള്ള വാർത്തയും വരും. വാർത്തയുടെ അടിയിൽ കിളിച്ചോണ്ടിരിക്കുന്ന ഒരു പടവും വരും. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എന്റെ ഫോട്ടോ പത്രത്തിൽ വരാൻ വേറെ എന്തെല്ലാം വഴികളുണ്ട്. എന്ത് മാർഗമെന്നാണ്? എനിക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു വാർത്തയാണല്ലോ. അതിൽ എന്ത് വാർത്തയാണ് മോനട്ടാ? മോഹനയുടെ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാരാവും. അതിലെന്താണ് ഇത്ര വലിയ വാർത്ത? റവന്യൂ വകുപ്പ് സെക്രട്ടറി നിയമിക്കുന്ന പോലെ ഒരു വാർത്തയാവുന്നില്ല. പിന്നെയല്ലേ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ. എന്തായാലും എന്റെ പേര് ഫോട്ടോയും പത്രത്തിൽ വന്നതിന് ശേഷമേ മോഹനേട്ടന്റെ പേര് പത്രത്തിൽ വരും. അതിലൊരു സംശയവും വേണ്ട. നമസ്കാരം സാർ. ഞാൻ സാറിനെ കാണാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ ഇന്നലെ ഞാൻ കാഞ്ചന സാറിന്റെ കൈ കൊടുത്തിരുന്നു. സാർ അപ്പോ താലൂക്ക് ഓഫീസിൽ പോയേക്കുമായിരുന്നു. അതുകൊണ്ട് സാറിനോടൊന്ന് പറഞ്ഞേക്കാൻ കാഞ്ചന സാർ പറഞ്ഞു. അങ്ങനെ വില്ലേജ് ഓഫീസിലെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസറെ വീട്ടിലേക്ക് വരുന്നത് ശരിയല്ല. അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിഹരിക്കും. വേണ്ടതുപോലെ ചെയ്യും. ഓ, വലിയ ഉപകാരം സാറേ. ശരി. സാർ, ഇതാണ് അയാളുടെ ഫോട്ടോയും നമ്പരും. ഫോൺ എടുക്ക. ഹലോ, അതെ. നമസ്കാരം സാർ, ശിശുപാലനാണ്. ഇല്ല, മോഹനേഷ് സാർ എത്തിയിട്ടില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ വരുമായിരിക്കും. പറയാം സാർ. ശരി സാർ, ശരി. തകൽസിതാര മോഹനേഷ് സാറിനെ കാണുന്ന എന്തോ അത്യാവശ്യമുണ്ട്.
സാറ് വരുമ്പോ തന്നെ താലൂക്ക് ഓഫീസിലേക്ക് ചെല്ലണമെന്ന്. എന്താ ശിശുപാലൻ ചേട്ടാ പെട്ടെന്നൊരു അത്യാവശ്യം? ഒന്നും പറഞ്ഞില്ല. റീസർവേ നടക്കില്ലേ, അതിന്റെ എന്തെങ്കിലും കാര്യമായിരിക്കും. ശിശുപാല, നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങള് സാറിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നിങ്ങൾ എന്നെ പറ്റി സംസാരിക്കും, നാളെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും എന്നെ പറ്റി സംസാരിക്കും. അതെന്താ സാർ? അതൊക്കെ ഉണ്ട്. ഞാന് ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവുകയാണ്. അതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. പോലീസ് സ്റ്റേഷനിലോ? എന്താ സാർ? അതൊക്കെ ഉണ്ട്. നാളെ നേരം വെളുക്കുമ്പോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സാർ, തഹസിൽദാർ വിളിച്ചിരുന്നു. എന്താ അത്യാവശ്യം ഉണ്ടെന്നും സാറ് വന്നോടനെ താലൂക്ക് ഓഫീസിലേക്ക് ചെല്ലണമെന്നും പറഞ്ഞു. എന്തിന്? അത് പറഞ്ഞില്ല സാർ. സാർ, ഞാൻ മോഹനകൃഷ്ണ. സാറ് വിളിച്ചു എന്ന് പറഞ്ഞു. അതെയോ? എത്ര മണിക്കാ? 10:30. അയ്യോ, എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു സാർ. അതെ, ശരി സാർ, ഞാൻ വന്നോളാം. ഞാൻ കൊണ്ടുവരാം സാർ. ഡെപ്യൂട്ടി കളക്ടർ 10:30 താലൂക്ക് ഓഫീസ് വരുന്നു. എന്നെ കാണണമെന്ന് പറയുന്നു. അപ്പൊ പിന്നെ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ പോവും? പോലീസ് സ്റ്റേഷനിൽ എന്തിനാ പോണെന്ന് സാർ പറഞ്ഞില്ല. ഇത് വലിയ പ്രശ്നമാവുമല്ലോ. ഒരു കാര്യം ചെയ്യാം. ശിശുവർ വന്നേ, ഒരു കാര്യമുണ്ട്. വാ വാ. ശിശുപാല, എനിക്ക് താലൂക്ക് ഓഫീസിൽ പോയാൽ പറ്റും. ശിശുപാലൻ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകണം. പോലീസ് സ്റ്റേഷനിലോ? എന്താ സാർ കാര്യം? ഇതിനകത്ത് ഇത് കണ്ടോ? ഇതാരുടെയാ? അറിയില്ല, വഴി കിടന്ന് കിട്ടിയതാ. ഇതിനകത്ത് കുറച്ച് പൈസ ഉണ്ട്. ഇത് ആരുടെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ ഈ പൈസ അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെ ആളെ കണ്ടുപിടിക്കും സാർ? ശിശുപാലൻ ഇതുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. അത് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം. ഇത് അവിടെ ഏൽപ്പിക്കണം. കാണാതെ പോയവർ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പ്രശ്നം തരുമല്ലോ. എന്റെ പൊന്ന് സാറേ, അല്ലാതെ ആളെ കണ്ടുപിടിക്കുന്നതാ നല്ലത്. ഇത് പോലീസുകാരുടെ കൈ കിട്ടിയാൽ പിന്നെ തിരിച്ചു കിട്ടണമെങ്കിൽ നടപടിക്രമങ്ങൾ ഒരുപാടാ. പേഴ്സിന്റെ കളർ തൊട്ട് നോട്ടിന്റെ നമ്പർ വരെ പോലീസുകാർ ചോദിക്കും. ശരിക്കുള്ള ഉടമസ്ഥൻ വന്നാലും തിരിച്ചു കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച ആളെ കിട്ടില്ലല്ലോ. ശിശുപാലൻ നേരെ സ്റ്റേഷനിലേക്ക് പോകും. പിന്നെ ഇത് കെ മോഹനകൃഷ്ണൻ സാറിന് വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന് പ്രത്യേകം പറയണത്. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പൈസയുമായി സ്ഥലം വിട്ടേനെ എന്നും കൂടി പറയണം. അത് ശരിയാ. വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സാറിന്റെ സത്യസന്ധത കൊണ്ട് മാത്രമാണ് ഈ പൈസ ഉടമസ്ഥന് തിരികെ കിട്ടുന്നത് എന്ന് 2, 3, 4 പ്രാവശ്യം പറഞ്ഞേക്കണം. അല്ല, അതെന്തിനാ സാർ? അല്ല, സത്യമായിട്ടുള്ള കാര്യം ആവർത്തിച്ച് പറയാമല്ലോ. അതും ശരിയാ. പിന്നെ ഇതിനകത്തുള്ള പൈസ എത്രയാണെന്ന് ഞാൻ എണ്ണി നോക്കി വെച്ചിട്ടുണ്ട്. ശിശുപാലൻ വക കൃത്രിമത്വമൊന്നും വേണ്ട. ഞാനങ്ങനെ ചെയ്യുമോ സാർ? അപ്പൊ ചെല്ല, ഇത് കൊടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോലീസുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ വരണം. എന്നാ ശരി സാർ. കഷ്ടം. ഇതെടുത്ത് 2 ഫുൾ അടിച്ചിട്ട് ബാക്കിയുള്ള പൈസ അമ്പലത്തിലോ പള്ളിയിലോ നേർച്ച ഇട്ടാ മതിയായിരുന്നു. ആകാശനെ, റീസർവ് നടത്തുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ ഇരിക്കുന്നു? അതകത്തുണ്ട് സാർ. അതെടുത്തോണ്ട് വരണം. പിന്നെ പുറമ്പോക്കിന്റെ ഒരു പട്ടി ഉണ്ടായിരുന്നല്ലോ, അത് ഇവിടെ ഇരിപ്പുണ്ട് സാർ. അതും വേണം. സ്വയംപ്രഭേ, ഈ പത്രക്കാരെല്ലാം പരിചയമുണ്ടോ? പത്രക്കാരെയോ? ഈ ഭാഗത്തുള്ള വാർത്തകളൊക്കെ പത്രത്തിൽ കൊടുക്കുന്ന ആരൊക്കെയാണ് എന്നറിയാമോ എന്ന്? അറിയില്ല സാർ. പക്ഷേ ഏജൻസി നടത്തുന്ന രാജുവിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും.
സ്വയം പ്രഭാതം ഒന്ന് അന്വേഷിച്ചു വെക്ക്. എന്തിനാ സാർ? അതൊക്കെ ഉണ്ട്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞല്ലോ, കണ്ടതിനറിയണ്ടേ? ഇതാ സാർ. ശരി. എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട് കാഞ്ചന സാറേ. എന്ത്? പോലീസ് സ്റ്റേഷൻ, പത്രം, എന്തായി? ഹലോ, അതെ. വിദ്യ ഇല്ല. ഒക്കത്തിന് കാരണം ആ ചന്ദ്രകുട്ടിയാ. കഴിഞ്ഞ മാസം 3-ാം തീയതി വിധിയായ കേസാ അത്. അയാൾക്ക് കോടതി ഉത്തരവിന്റെ പകർപ്പ് അന്ന് വാങ്ങിക്കൂടായിരുന്നോ? അപ്പൊ അയാളെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് നാളെ ഒന്ന് പകർപ്പ് വാങ്ങിച്ചോളാന്ന് പറഞ്ഞ ആളങ്ങ് പോയി. എന്നിട്ടാ 1 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു. എനിക്ക് അത്യാവശ്യമാണ് ഉത്തരവിന്റെ പകർപ്പ് ഇപ്പൊ കിട്ടണമെന്ന് പറഞ്ഞിട്ട്. മോഹനോട്ട് വന്ന വിദ്യ, ഞാൻ നിന്നെ വിളിച്ചോളാം. ഇല്ലില്ല, പറഞ്ഞിട്ടില്ല. ശരി. നീ ഇന്നത്തെ പത്രം വായിച്ചായിരുന്നു? സാരമില്ല, ഇന്നത്തെ പത്രം നീ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നാളത്തെ പത്രം നീ നിർബന്ധമായും വായിച്ചിരിക്കണം. എന്താ കാര്യം? കാണാൻ പോകുന്ന പൂരം പറഞ്ഞതിന്റെ ഭംഗി കളയാൻ പാടില്ലല്ലോ. നീ ഇപ്പൊ പോയി ചായ എടുക്ക. എന്താ അതിന്റെ മുഖത്തിന് പ്രയാസം? എങ്ങനെ പ്രയാസം ഉണ്ടാകാതിരിക്കുന്നു പറ. എല്ലാത്തിനും കാരണം ചന്ദ്രൻകുട്ടിയാ. ചന്ദ്രൻകുട്ടി? ചന്ദ്രൻകുട്ടി എന്താ പ്രശ്നം? സപ്ലൈ ഓഫീസിലെ ആ പിയൂണില്ലേ ചന്ദ്രൻകുട്ടി? ചന്ദ്രൻകുട്ടി ചെയ്തു? ചന്ദ്രൻകുട്ടിയുടെ ഒരു കേസ് ഞാൻ വാദിച്ചിരുന്നില്ലേ? കഴിഞ്ഞ മാസം അത് വിധിയായതാണ്. പിന്നെ ചന്ദ്രൻകുട്ടി ആ ഭാഗത്തേക്ക് പോലും വന്നിട്ടില്ല. 2 ദിവസം മുന്നേ ഞാൻ അയാളെ വിളിച്ച് എന്റെ ഫീസ് ചോദിച്ചു. അപ്പൊ ചന്ദ്രൻകുട്ടി പറഞ്ഞു ഉത്തരവിന്റെ പകർപ്പ് എനിക്ക് കിട്ടിയിട്ടില്ലെന്ന്. ഇന്നലെ കോടതിയിൽ നിന്ന് ഉത്തരവിന്റെ പകർപ്പ് എടുത്ത് ഞാൻ വരുന്ന വഴിക്ക് ചന്ദ്രൻകുട്ടിയെ കണ്ടു. അവിടെ വെച്ച് പകർപ്പും കൊടുത്ത് ഞാൻ ഫീസും വാങ്ങി. പിന്നെന്താ പ്രശ്നം? അതല്ല, എന്റെ ഹാൻഡ് ബാഗിലിരുന്ന് പേഴ്സ് കാണാനില്ല. ഞാനത് വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ എടുത്തുന്നുള്ള കാര്യം ഉറപ്പാ. വക്കീൽ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇവിടെ വരുന്ന വഴി ഞാൻ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ വണ്ടി നിർത്തിയിട്ടുള്ളൂ. അപ്പൊ മാത്രമേ ഞാൻ ഹാൻഡ് ബാഗ് തുറന്നിട്ടുള്ളൂ. ഇന്ന് രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോ ഹാൻഡ് ബാഗിൽ പേഴ്സ് ഇല്ല. ഇന്നലെ ഇവിടെ വന്നിട്ട് ഞാൻ ആ ഹാൻഡ് ബാഗ് തുറന്നിട്ട് കൂടിയില്ല. ഉറപ്പായിട്ടും ഇന്നലെ വഴി വെച്ചായിരിക്കും പേഴ്സ് പോയത്. ഞാൻ രാവിലെ അവിടെയൊക്കെ പോയി നോക്കി, പക്ഷെ കിട്ടിയില്ല. ഏതെങ്കിലും ഒരു പെരുങ്കള്ളൻ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. അത് 12,000 രൂപ ഉണ്ടായിരുന്നു. അത് മുഴുവനും പോയി. അതങ്ങനെ പോയിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ പോലീസ് സ്റ്റേഷനിൽ കാണും. പോലീസ് സ്റ്റേഷനിലോ? നല്ല മനസ്സുള്ള ഏതെങ്കിലും സാറന്മാർക്ക് അത് വഴി കടന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുമല്ലോ. നിന്റെ പേഴ്സ് അങ്ങനെ നല്ല മനസ്സുള്ള ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ധൈര്യമായിട്ടിരിക്കുക, അത് തിരിച്ചു കിട്ടുമായിരിക്കും. പേഴ്സിന്റെ കളറും അതിനകത്തുണ്ടായിരുന്ന നോട്ടിന്റെ എണ്ണമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അത് ഭാഗ്യമായി. തൽക്കാലം അത് മതിയായിരിക്കും. പത്രത്തിൽ പേരും പടവും വരുത്താനുള്ള ആവേശത്തിൽ ഇങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് ചാടുമെന്ന് ആഫീസർ പ്രതീക്ഷിച്ചതല്ല. ഇനി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നതും കാര്യങ്ങൾ അറിയുമ്പോൾ സത്യഭാമ കളിയാക്കാനിരിക്കുന്നതുമൊക്കെ ഓർത്താൽ വില്ലേജ് ഓഫീസറോട് സഹതപിക്കാനേ പറ്റൂ. സാരമില്ല, പത്രത്തിൽ പടം വന്നില്ലെങ്കിലും പോയ കാശ് തിരിച്ചു കിട്ടിയല്ലോ എന്ന സമാധാനത്തിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.